പ്രിയപ്പെട്ടവരെ നമസ്കാരം. കാട്ടാക്കടയിൽ വീണ്ടും ജനവിധി തേടാൻ ഭാരതീയ ജനതാ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം കാട്ടാക്കടയിലെ ജനങ്ങൾ, നിങ്ങളെല്ലാവരും നൽകിയ സ്വീകാര്യത അത്ര വലുതായിരുന്നു. 2011 ഞാൻ ഈ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് BJPയുടെ ജനപിന്തുണ കുറച്ച് താഴോട്ടായിരുന്നു. ഏതാണ്ട് 10,000-ൽ താഴെ വോട്ടിനാണ് ഭാരതീയ ജനതാ പാർട്ടി അന്ന് നേടിയത്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 16,800-ലേക്ക് വർദ്ധിച്ചു. ഇന്ന് ഓരോ തെരഞ്ഞെടുപ്പും കഴിയുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപിന്തുണ, NDAയുടെ ജനപിന്തുണ വർദ്ധിച്ചു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെയും UDFനെയും 2-3 സ്ഥാനത്തേക്ക് തള്ളിമാറ്റിക്കൊണ്ട് BJP NDA 1-ാം സ്ഥാനത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും NDAക്കും അനുകൂലമായി കാട്ടാക്കടയിൽ ഉണ്ടായ ജനവിധി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ജനപിന്തുണ നാൾക്കുനാൾ ഈ കാട്ടാക്കടയിൽ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ ജനവിധി തേടാൻ പാർട്ടി നിർദ്ദേശിച്ചത് എനിക്കേറെ സന്തോഷം നൽകുന്നു. കാരണം ഞാൻ കാട്ടാക്കട ഗ്രാമത്തിലെ ജനങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ജന്മഭൂമി കണ്ണൂരിലാണെങ്കിലും തലശ്ശേരി ആണെങ്കിലും എന്റെ കർമ്മഭൂമി തിരുവനന്തപുരവും കാട്ടാക്കടയുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഈ കാട്ടാക്കടയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, ഈ ഗ്രാമത്തിലെ എല്ലാ നല്ലവരായ ജനങ്ങളും സന്മനസ്സുള്ളവരും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇത്രമാത്രം ജനപിന്തുണ BJPക്കും NDAക്കും ഇതിനകം ആർജിക്കാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 11 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ ആ പുതിയ രാഷ്ട്രീയമാണ് BJPയുടെ ജനപിന്തുണ കേരളത്തിലും കാട്ടാക്കടയിലും വളരെ വലുതാകാൻ, പിന്തുണ വർദ്ധിച്ചു വരാൻ ഇടയായത്. തീർച്ചയായിട്ടും ഈ വികസനത്തിന്റെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ജനക്ഷേമത്തിന്റെ രാഷ്ട്രീയം, അതാണ് കാട്ടാക്കടയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഈ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കാട്ടാക്കട ഈ ഗ്രാമപ്രദേശം, ഈ നിയമസഭാ മണ്ഡലം പലതും ആഗ്രഹിക്കുന്നുണ്ട്. കാലത്തിന്റെ മാറ്റത്തിനിടയിൽ അവഗണിക്കപ്പെട്ടു പോയ, കേരളത്തിൽ മാറി മാറി വന്ന LDF UDF മുന്നണികളും ഈ കാട്ടാക്കടയെ പ്രതിനിധീകരിച്ച നിയമസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളും എത്രമാത്രം അവഗണനയാണ് കാട്ടിയത് എന്നുള്ളത് ഈ കാട്ടാക്കട ഗ്രാമത്തിന്റെ അവികസിതാവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇന്നത്തെ കാട്ടാക്കട ആഗ്രഹിക്കുന്നത് വളരെ വലുതാണ്. അതായത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് ഈ കാട്ടാക്കടയുടെ വികസനത്തിന് ഒരു നാഴികക്കല്ലായി മാറേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് വിഴിഞ്ഞത്ത് നിന്നും നവായിക്കുളം വരെ എത്തുന്ന 52 കിലോമീറ്റർ ഔട്ടർ റിംഗ് റോഡ്, അത് ശ്രീ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 2022 ആരംഭിച്ച ഈ ഔട്ടർ റിംഗ് റോഡ് സംസ്ഥാന സർക്കാരിന്റെ കൊടിയ അനാസ്ഥയും അവഗണനയും കാരണം ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. പക്ഷെ ഇപ്പോഴ് നരേന്ദ്രമോദി സർക്കാർ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകുന്നു. അതുവഴി വിഴിഞ്ഞം നവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ഒരു യാഥാർത്ഥ്യമാവുകയാണ്. ഈ വികസനം നമ്മുടെ കാട്ടാക്കടയിൽ വികസന സാധ്യതകൾ, ഈ വിഴിഞ്ഞം തുറമുഖവും ആ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വരുന്ന ഔട്ടർ റിംഗ് റോഡും അനന്തമായ വികസന സാധ്യതകൾ ഈ കാട്ടാക്കടക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് കാട്ടാക്കടയിലെ പുതിയ തലമുറ അവരുടെ കൈകളിൽ തൊഴിലെത്തിക്കാൻ ഇവിടെ വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ലോജിസ്റ്റിക് മേഖലയില്, IT മേഖലയില്, വിവിധ മേഖലയില് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതാണ്. വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തിന്റെ വികസനം അതിനുവേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടെ നിക്ഷേപം ഉണ്ടാകണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതുവഴി നമ്മുടെ പുതിയ തലമുറയുടെ കൈകളിലേക്ക് തൊഴിലെത്തിച്ച് അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിന് LDFനോ UDFനോ സാധ്യമല്ല എന്ന് കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ വികസന രംഗത്ത് വിസ്മയകരമായ ഒരു വിപ്ലവം കേരളത്തിലും തുടർന്ന് കാട്ടാക്കടയിലും ഉണ്ടാകണം. കാട്ടാക്കടയിലൂടെ കേരളത്തിൽ ഒരു സമഗ്രമായ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ജനങ്ങൾ ചിന്തിക്കുകയാണ്, 6.5 പതിറ്റാണ്ട് കാലത്തെ LDF UDF ദുർഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ, അതോടൊപ്പം കഴിഞ്ഞ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ
വികസനത്തിലും ജനക്ഷേമത്തിലും അധിഷ്ഠിതമായ സൽഭരണത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളും കാട്ടാക്കടയിലെ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത്. ആ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ്, ഈ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ പ്രകടമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് കേരളത്തിൽ ഉടനീളം LDF-നും UDF-നും മാറി മാറി വോട്ട് ചെയ്ത മടുത്ത ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ BJP-യെയും NDA-യും നരേന്ദ്രമോദിയെയും സ്വീകരിക്കാൻ തയ്യാറാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ വികസന രംഗത്ത് പതനത്തിന്റെ പാതാളത്തിലേക്ക് എത്തിച്ച ഈ LDF, UDF മുന്നണികൾ അവർക്ക് നേതൃത്വം നൽകുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും പരിതാപകരമായ പതനം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ മാസം 9 നടക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി തങ്ങളുടെ സമ്മതിദാന അവകാശം, വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.